ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോയില് നീറ്റിനും കീമിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഫിസിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ വർക്ക് എനർജി പവർ, ഫസ്റ്റ് ഇയറിന്റെ +1 ചാപ്റ്റർ 6 വർക്ക് എനർജി പവറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a particle moves so that its position vector is given by vector r equal to cos omega t s cap plus sin omega t y cap, where omega is a constant. Which of the following is true? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഓടിച്ചു നോക്കി അറിയാൻ പറ്റും. വെലോസിറ്റിയും ആക്സിലറേഷനെ കുറിച്ചാണ് പറയുന്നത് ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആർ എന്താ നോക്കാം. എന്താ പറയുന്നത്? വെക്ടർ ആർ ഈക്വൽ ടു cos omega t x cap plus sin omega t y cap. സാധാരണ എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് കൊടുക്കാറില്ല. ഇവിടെ ഐ ക്യാപ്പ് എന്നോ ജെ ക്യാപ്പ് എന്നോ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഡയറക്റ്റ് എക്സ് വൈ എന്ന് പറയുന്നു. അപ്പൊ ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. അപ്പൊ ഏത് പ്ലെയിനാ? എക്സ് വൈ പ്ലെയിൻ ആണ്. എക്സ് പോസിറ്റീവ്, വൈയും പോസിറ്റീവ്. അപ്പൊ ഏത് പ്ലെയിൻ ആണ്? എക്സ് വൈ പ്ലെയിനാ വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കാണണം? വെലോസിറ്റി കാണാം, ആക്സിലറേഷൻ കാണാം. ഓക്കെ, വെലോസിറ്റി കാണാം, വെക്ടർ വി വെലോസിറ്റി. അങ്ങനെ വെലോസിറ്റി കാണുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൾഡ് വെലോസിറ്റി. അപ്പൊ എന്താ ഡെറിവേറ്റീവ് എടുക്കുകയാണ്? കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താ? കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പൊ എന്താ കിട്ടും? മൈനസ് സൈൻ തീറ്റ. സൈൻ തീറ്റ, തീറ്റ സ്ഥാനത്താണ് ഒമേഗ ടി. കഴിഞ്ഞില്ല, ഫംഗ്ഷൻ ആണ്. ഈ ടി എന്ന് പറഞ്ഞാൽ കോസിന് ബാധകമാണ്, ഒമേഗയ്ക്ക് ബാധകമാണ്. അപ്പൊ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ഒമേഗ ടു ഡെറിവേറ്റീവ് എന്താണ്? ഒമേഗ. അപ്പൊ ഒമേഗ എഴുതിയ ഒമേഗ. പിന്നെ അവിടെ എന്തുണ്ട്? എക്സ് ക്യാപ്പ്, അതുപോലെ എഴുതി. അടുത്തെന്താ? പ്ലസ് സൈൻ ഒമേഗ ടു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടൈം ആണ്. സൈൻ ഒമേഗ ടു ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഒമേഗ ടി. ഒമേഗ ടു ഡെറിവേറ്റീവ് എന്താ? ഒമേഗ. അപ്പൊ എന്താ എഴുതി? ഒമേഗ കോസ് ഒമേഗ ടി വൈ ക്യാപ്പ്. ഓക്കെ, വെലോസിറ്റി ആയി. ഇനി അടുത്ത് ആക്സിലറേഷൻ കാണുന്നു. എന്തിനാ മതി? ഒരിക്കലും എന്തെടുക്കുക? ഡെറിവേറ്റീവ് എടുക്കുക. ഇതിനെ ഒരിക്കലും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. ഇവിടെ എന്തുണ്ട്? മൈനസ് ഒമേഗ കോൺസ്റ്റന്റ്. സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടി ഇൻറ്റു എന്ത് വരും? ഒമേഗ വരെ. ഒമേഗ ഡെറിവേറ്റീവ് എന്താണ്? ഒമേഗ. ഒമേഗ ഇൻറ്റു ഒമേഗ എന്തായി? ഒമേഗ സ്ക്വയർ. അപ്പൊ ഒരു ഒമേഗ എടുത്ത് എഴുതി. സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ഡെറിവേറ്റീവ് ഒമേഗ. ആ ഒമേഗയും ഈ ഒമേഗയും കൂടെയാണ് ഒമേഗ സ്ക്വയർ ആയത്. പിന്നെന്താണ്? എക്സ് ക്യാപ്പ് പ്ലസ് ഒമേഗ അതുപോലെ എഴുതി. കോസ് ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ഒമേഗ ടി. പിന്നെ ഒമേഗ ടി ഡെറിവേറ്റീവ് ഒമേഗ. അപ്പൊ -1 ഇവിടെ എന്ത് എഴുതാം? മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഒമേഗ ഇൻറ്റു ഒമേഗ എന്താ? ഒമേഗ സ്ക്വയർ വൈ ക്യാപ്പ്. ഇത് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ആ മൈനസ് ഒമേഗ സ്ക്വയർ പുറത്തെടുക്കാം. മൈനസ് ഒമേഗ സ്ക്വയർ പുറത്തെടുത്തു. ഇവിടുന്ന് മൈനസ് ഒമേഗ സ്ക്വയർ പോയി. ബാക്കി എന്താണത്? കോസ് ഒമേഗ ടി എക്സ് ക്യാപ്പ്. ഇവിടുന്ന് ഈ മൈനസ് ഒമേഗ സ്ക്വയർ ഫുള്ള് പോയി, മൈനസ് ഉൾപ്പെടെ പുറത്ത് പോയി. ബാക്കി എന്താണ്? പോസിറ്റീവ് പ്ലസ് സൈൻ ഒമേഗ ടി വൈ ക്യാപ്പ്. അതെന്താ? ആറാണ്, വെക്ടർ ആറാണ്. അപ്പൊ എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ വെക്ടർ ആർ. ഇനി ഓപ്ഷൻസ് നോക്കാം. ഇവിടെ കാര്യം മനസ്സിലാവുന്നത് വി നോക്കുക. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനാ, പോസിറ്റീവ് എക്സ് വൈ പ്ലെയിനാ. ഇതാണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറഞ്ഞത് ആണല്ലോ. ഇത് എക്സ്, ഇത് വൈ ആണല്ലോ. എക്സ് വൈ പ്ലെയിനാ എന്ന് പറയുമ്പം ഇത് രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് പോയിന്റ് ഇവിടെ വരും. എക്സിന് വൈ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരും ആണല്ലോ. അപ്പൊ എന്താ പ്രത്യേകത? ഇതാണ് ഒറിജിന്. അപ്പൊ ഇതല്ലേ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞ. അപ്പൊ എന്താ പ്രത്യേകത? പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എവേ ഫ്രം ഒറിജിന. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവേ ഫ്രം ഒറിജിന. ഇത് എങ്ങനെയാ വരും? അവിടെ എക്സ് വൈ പ്ലെയിനാ. എക്സും പോസിറ്റീവ്, വൈയും പോസിറ്റീവ്. ഈ പ്ലെയിനിലാണ് വരേണ്ടത്. ഇവിടെ എവിടെയായിട്ടേക്ക് വരും? എവിടെ വരയ്ക്കാം? അതിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതിനെയാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അതെങ്ങനെയാ വരുന്നത്? ആ പോയിന്റിലോട്ട് എവേ ഫ്രം ഒറിജിന, ഒറിജിനിൽ അകന്നാണ് പോകുന്നത് ആർ എന്ന് പറഞ്ഞ. അപ്പൊ ആക്സിലറേഷൻ പ്രത്യേകത എന്താ? ഇവിടെ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. ഒമേഗ പോട്ടെ,
മൈനസ് ആർ എന്ന് വന്നു. മൈനസ് ആർ എന്താ മീനിങ് എന്ന് പറഞ്ഞാൽ, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആറിന്റെ ഡയറക്ഷൻ എന്താണോ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് മൈനസ് നെഗറ്റീവ് സൈൻ വന്നത്. അപ്പൊ ആറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടെന്ന് പറഞ്ഞ് എവേ ഫ്രം ഒറിജിൻ അല്ലേ. അപ്പൊ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് ഒറിജിൻ ആയിരിക്കും. അതാണ് ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലാക്കുക. ഇനി വെലോസിറ്റി ആണെങ്കിലോ, വെലോസിറ്റി ഡയറക്ഷൻ നമ്മൾ കാണണം. അതിനുവേണ്ടി ഡോട്ട് പ്രൊഡക്റ്റ് കാണേണ്ടി വരും. അതെല്ലാം നമുക്ക് കോർഡിനേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. വെലോസിറ്റി അപ്പൊ നോക്കി നമ്മളിങ്ങനെ കാണുകയാണ്. ആർ ഡോട്ട് ബി ഡോട്ട് പ്രോഡക്റ്റ് കാണിച്ചാടാ. ക്രോസ് പ്രോഡക്റ്റ് കാണാൻ ബുദ്ധിമുട്ടാ. ഡോട്ട് പ്രോഡക്റ്റ് കാണാം എളുപ്പം. എത്ര ആർ എന്താണ്? കോസ് ഒമേഗ ടി എക്സ് ക്യാപ്പ് പ്ലസ് സൈൻ ഒമേഗ ടി വൈ ക്യാപ്പ് ഡോട്ട് വെക്ടർ വി എന്താ? മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി എക്സ് ക്യാപ്പ് പ്ലസ് ഒമേഗ കോസ് ഒമേഗ ടി വൈ ക്യാപ്പ്. ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ ഒരേ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഒരേ യൂണിറ്റ് വെക്ടറുള്ളത് മാത്രം എന്ത് ചെയ്യുക? ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ എക്സ് ക്യാപ്പ് ഉള്ളത് മാത്രം ഇൻഡ്യൂ ചെയ്യുക. ഇത് രണ്ട് മാത്രം ഇൻഡ്യൂ ചെയ്തു. എക്സ് കേപ്പിന്റെ എസ്കേപ്പ് എത്രയാണ്? ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ അതിൽ എക്സ് ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് 1 ആയിട്ട് പോകും. ബാക്കി എന്താ കിട്ടുന്നത്? കോസ് ഒമേഗ ടി, പിന്നെ അവിടെ എന്തുണ്ട്? മൈനസ് ഒമേഗ, ഈ മൈനസ് ആത്ത് എഴുതിയ ഒമേഗ സൈൻ ഒമേഗ ടി. എക്സ് ഉള്ളത് മാത്രം ഇൻഡ്യൂ ചെയ്യുക, അതുപോലെ വൈ ഉള്ളത് മാത്രം ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ എന്താ കിട്ടും? രണ്ട് പോസിറ്റീവ് അല്ലേ? പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒമേഗ രണ്ടായതിനും മതി. ഇവിടെ എന്തുണ്ട്? സൈൻ ഒമേഗ ടി വൈ ഡോട്ട് വൈ എത്ര? 1 ആയിട്ട് പോകും. ബാക്കി ഇവിടെ എന്തുണ്ട്? ഒമേഗ കോസ് ഒമേഗ ടി. ഈ രണ്ട് ടൈം നോക്കി. ഇവിടെ സൈൻ ഒമേഗ ടി, ഇവിടെ സൈൻ ഒമേഗ ടി. ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ ഉണ്ട്. ഇവിടെ ഒരു കോസ് ഒമേഗ ടി ഉണ്ട്, ഇവിടെ ഒരു കോസ് ഒമേഗ ഉണ്ട്. രണ്ടും ഒരേ ടൈം അല്ലേ? രണ്ടും ഈക്വൽ ടൈം ആണ്. പക്ഷെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. എപ്പോഴെങ്കിലും ഒരു ഡോട്ട് പ്രോഡക്റ്റ് 0 ആയാൽ അതിന്റെ മീനിങ് അത് രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ആംഗിൾ എന്തായിരിക്കും? 90 ആയിരിക്കും. നമുക്ക് ഡയറക്ഷൻസ് കിട്ടിയ ഡയറക്ഷനെ കുറിച്ചാണ് ഓപ്ഷനിൽ പറയുന്നത്. അതാണ് ഡയറക്ഷൻ കാണുന്നത്. ആക്സിലറേഷൻ ആണ് ഇപ്പത്തെ എന്താ? ടുവേർഡ്സ് ഒറിജിൻ ആണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞു. അതുപോലെ വെലോസിറ്റി ആണെങ്കിലോ പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കി. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ആർ. കറക്റ്റാ. ആൻഡ് ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഒറിജിൻ. നമ്മൾ പറഞ്ഞ കറക്റ്റാ. ഒറിജിൻ അടുത്തേക്ക് വരുന്നു, മറ്റെന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ ബാക്കി ഓപ്ഷൻസ് നോക്കാം. അടുത്ത ഓപ്ഷൻ എന്താ? വെലോസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ആർ. ഓക്കെ ആണ്. പക്ഷെ ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റഡ് ഫ്രം ഒറിജിൻ. തെറ്റാണ്. ഒറിജിനിലേക്കാണ് വരുന്നത്. അടുത്തെന്ന് പറയുന്നു വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ആർ. അതല്ല, പെർപെൻഡിക്കുലർ അല്ല. നമുക്ക് മനസ്സിലായി, രണ്ടും ഈക്വൽ ആക്കിയത്. അതെന്താ? വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ബോത്ത് ആർ പാരലൽ. അതുമല്ല. അപ്പൊ ഓപ്ഷൻ എ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് രണ്ടിനും ചോദിക്കുകയാണ്. കീമിനും നീറ്റിനും ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക് ഡൺ, വർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 കൊളിഷൻ, മൂന്നാമത്തത് ഈ പൊസിഷനെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കേട്ടല്ലോ. സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് വീണ്ടും ഈ പൊസിഷൻ ഡോട്ട് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റിലെ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് അതുപോലെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. If vectors A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, are the function of time, then the value of t at which they are orthogonal to each other. Orthogonal എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ഓക്കെ, രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. എ വെക്ടർ എ എത്രയെന്ന് പറയുന്നു? കോസ് ഒമേഗ ടി ഐ ക്യാപ്പ് പ്ലസ് സൈൻ ഒമേഗ ടി ജെ ക്യാപ്പ്. വെക്ടർ ബി തന്നിട്ടുണ്ട്. കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഐ ക്യാപ്പ് പ്ലസ് സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ജെ ക്യാപ്പ്. ഇത് വെക്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ വെക്ടർ സ്കെയിലർ ഡെഫിനേഷൻ ഒക്കെ പഠിക്കുന്നതും ലോ ഒക്കെ പഠിക്കുന്നതും എവിടെയാണ് പഠിക്കുന്നത്? 4ാം ചാപ്റ്ററിലാണെങ്കിലും അതിന്റെ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും NCERT ടെസ്റ്റിൽ പറയുന്നത് എന്താ? 6ാമത്തെ ചാപ്റ്റർ. അതുകൊണ്ടാണ് 6ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കാണേണ്ടത്? ഓർത്തോഗണൽ എന്ന് പറഞ്ഞത് എന്താ? ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ വാല്യൂ എത്ര? 0. ഇതിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടും? എന്താ എ എന്ന് പറഞ്ഞാൽ?
കോസ് ഒമേഗ ടി ഐ ക്യാപ്പ് പ്ലസ്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യട്ടാ, എളുപ്പമാണ്. ഇവിടെ വെച്ച് ഇത് രണ്ടും ഡോട്ട് ചെയ്യുക, ഇത് രണ്ടും ഡോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഐയും ഐയും ജെയും ചെയ്യും. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഡോട്ട് ചെയ്തേ. അപ്പൊ എന്താ കിട്ടുന്നത്? ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് പോകും. ബാക്കി എന്ത് കിട്ടി? കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ 2, ഇത് രണ്ട് ഉണ്ടാ, പ്ലസ് രണ്ടിടത്തും പോസിറ്റീവ് ആണ്. ഇവിടെ ഡോട്ട് ചെയ്യുക, ജെ ഡോട്ട് ജെ 1. ബാക്കി എന്താണത്? സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ 2. ഇതിന്റെ വാല്യൂ എത്ര? ഏത് നീക്കില്ല? സെഡിലേക്ക് നീക്കില്ല, ഈക്വൽ ടു 0. എ ഡോട്ട് ബി എത്ര? 0. ഇനി ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഏതുപോലെ ഇരിക്കുന്നത്? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി നമ്മൾ പഠിച്ചതാണ്. കോസ് എ കോസ് ബി, അല്ലെങ്കിൽ നമ്മൾ എക്സ് വെച്ച് പഠിച്ചെങ്കിൽ കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഏതിന് ഈക്വൽ ആണ്? എക്സ്പാൻഷൻ, ട്രിഗണോമെട്രി പഠിക്കുന്നതാ. കോസ് എ മൈനസ് ബി. അപ്പൊ എയുടെ സ്ഥാനത്ത് എന്താ? ഒമേഗ ടി മൈനസ് ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 0. ഓക്കെ, കോസിന്റെ ഏത് വാല്യൂ 0 ആവുന്നത്? 90 ആണ്, പൈ ബൈ 2 ആണ്. അപ്പൊ എന്താ ഇത്? ആർക്ക് ഈക്വലാ? ഒമേഗ ടി മൈനസ് ഒമേഗ ടി ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൈ ബൈ 2 ആയിരിക്കും. എന്തുകൊണ്ടാ? കോസ് 90 ആണ്, വാല്യൂ എന്താവുന്നത്? 0 ആവുന്നത്. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് 90 വേണം. റേഡിയൽ പറയുമ്പോൾ പൈ ബൈ 2 വന്നാലേ വാല്യൂ 0 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഒമേഗ ടി മൈനസ് ഒമേഗ ടി ബൈ 2 ആണ്. ക്രോസ് ചെയ്യും, ഇതിങ്ങനെ ക്രോസ് ചെയ്യും. അപ്പൊ എത്ര കിട്ടി? 2 ഒമേഗ ടി മൈനസ് ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു പൈ ബൈ 2. 2 ഒമേഗ ടി മൈനസ് ഒമേഗ ടി ഡിവൈഡ് ബൈ 2. ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു പൈ ബൈ 2. അവിടെ നമുക്ക് ടി അല്ലേ കാണേണ്ടത്? രണ്ടിടത്തും 2 വെട്ടിക്കളാ. ഈ ഒമേഗ അങ്ങ് ക്രോസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? ടി ഈക്വൽ ടു പൈ ബൈ ഒമേഗ. അപ്പൊ ടിയുടെ വാല്യൂ എത്ര? പൈ ബൈ ഒമേഗ. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് പൈ ബൈ ഒമേഗ, ഓപ്ഷൻ എ. ഇത്രേ ഉള്ളൂ. അടുത്ത വർക്ക് ഡണ്ണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ ഡ്രോപ്പ് ഓഫ് റെയിൻ വാട്ടർ having mass 1 gram falling from a height of 1 kilometer. If it hits the ground with a speed of 50 meter per second, take G constant with value 10 meter per second square. അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെടുത്താൽ മതി? 10 എടുത്താൽ മതി. The work done by first question gravitational force, second question resistive force of air. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നോക്കാം. ഒന്ന്, ഡ്രോപ്പിന്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് എത്ര? m തന്നിട്ടുണ്ട്. m എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ആണ്. കിലോഗ്രാം ആക്കുക 10⁻³ kg. ഗ്രാം കിലോഗ്രാം ആക്കാൻ 10⁻³ falling from a height of 1 kilometer. അപ്പൊ ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ. മീറ്റർ ആക്കുക. 1 കിലോമീറ്റർ എത്രയാ? 1000 മീറ്റർ ആണ്. 1000 എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. അങ്ങനെ തന്നെ കൊടുക്കാം, 10⁻³. 1000 എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? 10⁻³ മീറ്റർ. അപ്പൊ ഇത് കട്ടായി എളുപ്പമായിരിക്കും. അടുത്തെന്താ? സ്പീഡ് പറയുന്നു, അതായത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സ്പീഡ് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി പറയുന്നു. ഇനിഷ്യലി റെസ്റ്റിലായിരിക്കും. നമ്മൾ എന്താ പറഞ്ഞ? റെയിൻ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അത് ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് എഴുതാം. ഇനിഷ്യൽ വെലോസിറ്റി 0, മോളിൽ താഴേക്ക് പതിക്കുക, ഫ്രീ ഫോളാ. അപ്പൊ എന്താ? ഇനിഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി എത്രയെന്ന് പറയുന്നു? 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നു. ജിയുടെ എത്ര എടുക്കാൻ? 10 എടുക്കാൻ പറയുന്നു. അല്ലെങ്കിൽ 10 എടുത്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഈസി ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആണ്. ആണല്ലോ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ ജനറൽ ആയിട്ട് വർക്ക് എങ്ങനെ കാണുന്നത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h ആണ്. ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് എങ്ങനെ കാണും? mg. ഇപ്പൊ ഫോഴ്സ് ആയി ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? h, mgh. ഓർത്തിരിക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന വർക്ക് mgh ആണ്. അപ്പൊ എമ്മിന്റെ വാല്യൂ നമുക്കറിയാം 10⁻³ g എത്ര? 10, ഹൈറ്റ് എത്ര? 10⁻³ ആ 10⁻³ 10⁻³ കൂടെ കട്ടായി. ബാക്കി എത്ര ഉള്ളൂ? 10 ജൂൾ. എത്രയാണ്? 10 ജൂൾ. ബാക്കി നിങ്ങൾ സെക്കൻഡ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം ഓപ്ഷൻ അത് നോക്കി. 10 ജൂൾ എന്ന് ഒന്നിൽ മാത്രമാണ് 10 ജൂൾ എന്ന് പറയുന്നത്. മൈനസ് ഒന്നുമില്ല, ഒന്നിൽ മൈനസ് ആ പറയുന്നത്.
ഒന്നിന് മാത്രമേ 10 ജൂൾ ഉള്ളൂ. ഓ ഓപ്ഷൻ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. നിങ്ങൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നോക്കിക്കോ, രണ്ട് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയിട്ട് ആൻസറുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ ചെക്ക് ചെയ്ത് നോക്കുക. അല്ല ഒന്ന് മാത്രമേ ഉള്ളൂ, അതങ്ങ് ടിക്ക് ചെയ്താൽ മതി. അടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സമയം കളയേണ്ട ആവശ്യം, നമുക്ക് ആൻസർ കറക്റ്റ് ആയാൽ മാത്രമേ മതി, സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറഞ്ഞത് എങ്ങനെയാന്നുള്ളത്. അടുത്ത് എന്ത് കാണണം? റെസിസ്റ്റീവ് ഫോഴ്സ് കാണുന്ന, വർക്ക് ഡൺ കാണണം. നോക്കി അതെങ്ങനെ കാണും? നമ്മളെ വർക്ക് എനർജി തിയറം പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താ പഠിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ടോട്ടൽ വർക്ക് ഡൺ ചുരുക്കി ഇതാണ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. കാരണം ഫ്രീ ഫോൾ ആയതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി 0, അവിടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0. അപ്പം ഫൈനൽ മൈനസ് ഇനിഷ്യൽ 0. അപ്പൊ ഏതിന് ഈക്വൽ ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനലിന് ഈക്വൽ ആണ് കേട്ടോ. ഫൈനലിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ നമ്മുടെ റെയിൻ ഡ്രോപ്പ് താഴേക്കാണ് പതിക്കുന്നത്. താഴേക്ക് പതിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടും ഒരേ ഡയറക്ഷൻ. അത് പോസിറ്റീവ് വർക്ക് കേട്ടോ. പോസിറ്റീവ് 10 ജൂൾ എന്ന് കിട്ടിയത്. 10 ആണ്. 10 ആണ് 10 ജൂൾ എന്ന് കിട്ടിയത് ആണല്ലോ. 10 ജൂൾ. അടുത്ത കേസ് എന്താ? നമ്മുടെ ഈ ഡ്രോപ്പ് താഴേക്ക് വരുമ്പോ എയർ ഉണ്ട്. എയർ എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റീവ്. അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? എയർ റെസിസ്റ്റൻസ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. പക്ഷെ ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? താഴോട്ടാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ്. അതാണെങ്കിൽ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. അത് ഓർത്തിരിക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വർക്ക് കിട്ടുന്നത്. ഒന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്ലസ് വർക്ക് ഡൺ ബൈ എന്താണ്? എയർ. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞത്. അത് ആർക്ക് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എങ്ങനെ കാണുന്നത്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണല്ലോ. പക്ഷെ ഇനിഷ്യൽ എത്രയാണ്? 0. അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനിഷ്യൽ എത്ര? ഫ്രീ ഫോൾ ആൻഡ് 0. എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ കിട്ടും? WG പ്ലസ് WA ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി KF. KF എങ്ങനെ കാണുന്നത്? ഹാഫ് mv². കൈനറ്റിക് എനർജി അല്ലേ? ഹാഫ് mv². അപ്പൊ ഇത് ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടു. എത്ര? 10 പ്ലസ് എയർ അറിയില്ല. അതാണ് ഹാഫ് ഇൻറ്റു എം എത്ര? 10⁻³ V എത്ര? 50 × 50. 50 സ്ക്വയർ. 50 × 50 50 × 50 മതി. ഈ 2 വെച്ച് ഇവിടെ കട്ട് ചെയ്തു. ഇപ്പൊ എത്ര കിട്ടും? 25 ആണല്ലോ. 25 × 5 125. 1250 കിട്ടും. ഇപ്പൊ എത്ര കിട്ടും? 10 പ്ലസ് WA ഈക്വൽ ടു അവിടെ എത്ര കിട്ടി? 125. ഒരു 0. 1250 × 10⁻³ ആണ്. എന്താ 10⁻³ എന്ന് പറഞ്ഞാൽ? ഡിവൈഡ് ബൈ 1000. ഇപ്പൊ ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കാം. 1.25 0 ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് WA കാണേണ്ടത്, എയറിന്റെ കാണേണ്ടത് 10 അപ്പുറത്തുണ്ടോ? WA വർക്ക് ഡൺ ബൈ എയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.25 മൈനസ് 10. അപ്പൊ എത്ര കിട്ടും? -8.75 ജൂൾ എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ കാണുന്നത് ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ പ്യൂർലി NCERT ആക്കിയതുകൊണ്ട് ടെക്സ്റ്റിനകത്തുള്ള എല്ലാ ടഫ് ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അത് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വർക്ക് ഡണ്ണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 10 gram moves along a circle of radius 6.4 centimeter with a constant tangential acceleration. അപ്പൊ അവിടെ തന്നിട്ടുള്ള കേസുകൾ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് എഴുതിപ്പോ മാസ് തന്നിട്ടുണ്ട്. M തന്നിട്ടുണ്ട്. 10 gram ആണ്. 10 × 10⁻³ kg. പെട്ടെന്ന് എഴുതാം. 10⁻² എഴുതാം കേട്ടോ. അപ്പൊ 1 അല്ലേ? അപ്പൊ എത്ര? 10⁻² kg എഴുതാം. അതൊക്കെ ജസ്റ്റ് എഴുതി പോവാ കേട്ടോ. അടുത്തെന്താ? റേഡിയസ് പറയുന്നു. റേഡിയസ് എത്രയാണ്? 6.4 സെന്റിമീറ്റർ. 6.4 × 10⁻² മീറ്റർ. ഓക്കെ. പിന്നെന്താ? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലേഷൻ? ആക്സിലേഷൻ ആണ് കാണേണ്ടത്. ഇഫ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾ ബിക്കം ഈക്വൽ ടു 8 × 10⁻⁻4 ജൂൾ ബൈ ദ എൻഡ് ഓഫ് സെക്കൻഡ് റെവല്യൂഷൻ ആഫ്റ്റർ ബിഗിനിങ് ദ മോഷൻ. അവിടെ കുറെ സെന്റൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എല്ലാം അതിലാണ് പറയുന്നത്. ഓക്കെ. അവസാന സെന്റൻസ് എന്താ പറയുന്നത്? ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് ദ മോഷൻ. ഒരു മോഷൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഒരു മോഷൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ആദ്യം റെസ്റ്റിലായിരുന്നു. അങ്ങനെ തുടങ്ങുക എന്ന് പറയാൻ പറ്റൂ, സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ആദ്യം റെസ്റ്റിലായിരുന്നു എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0. അപ്പൊ തന്നിട്ടുള്ള കൈനറ്റിക് എനർജി എന്താണ്?
സെക്കൻഡ് റെവല്യൂഷനിലെ എൻഡിലെ കൈനറ്റിക് എനർജിയാ പറയുന്നത്. സെക്കൻഡ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം 2 പ്രാവശ്യം കറങ്ങി അവസാനത്തെ കൈനറ്റിക് എനർജി പറയുന്നു. ഫൈനൽ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. എത്രയെന്ന് പറയുന്നു? 8 × 10⁻⁴ ജൂൾ ആണേ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ. കാണാം, നമ്മൾ നേരത്തെ ഉപയോഗിച്ചു വർക്ക് തിയറം. എന്താ പറഞ്ഞ? ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. മോസ്റ്റ് ഓഫ് ദ കേസിലും റെസ്റ്റ് ആണെങ്കിൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി ഈക്വൽ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഫൈനൽ കൈനറ്റിക് എനർജി എടുത്താൽ മതി. ടോട്ടൽ വർക്ക് എങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ കാണുന്ന ഫോമുല എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഫോഴ്സ് ഉള്ള ഫോമുല എന്താ? എം എ. ഞാൻ എന്തോടെ എം എ എന്ന് എഴുതി? എനിക്ക് എ കാണണം, അതുകൊണ്ടാ എം എ എന്ന് എഴുതി. എം എ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നോക്കി ഡയറക്ഷൻ ഭാഗത്തുണ്ട്, 0 ഒന്നും അല്ല. അവിടെ 2 റെവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്ര വരുന്നത്? ഫോഴ്സിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഓർത്താൻ കേട്ടോ. ഡിസ്റ്റൻസ് ആണ് നോക്കിയാ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ചിലപ്പോൾ 0 എന്ന് വിചാരിക്കും, 0 വിചാരിക്കില്ലേ. ഇവിടെ എന്താണ്? ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ കേസിൽ പറയുന്നുണ്ട് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ആണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ എന്താ ആലോചിക്കേണ്ടത് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് ആലോചിച്ചാൽ മതി. ബോഡി കറക്കമാകുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 2πr. എത്ര ഡിസ്റ്റൻസ്? 2πr. 2 കറക്കാവുമ്പോഴോ? ഒരു കറക്കാവുമ്പോ ഇതാണ് ഒരു കറക്കം എന്ന് പറഞ്ഞു. ഒരു കറക്കം എത്ര ഡിസ്റ്റൻസാ? 2πr. 2 കറക്കാവുമ്പോഴോ? 2 × 2πr. മൊത്തം എത്രയായി? 4πr. ഡിസ്പ്ലേസ്മെന്റ് 0 എഴുതല്ലേ, കാരണം അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി. എത്രയാണ്? ഫൈനൽ കൈനറ്റിക് എനർജി വാല്യൂ കൊടുക്കാം. നമ്മുടെ എ അല്ലേ കാണേണ്ടത്? എ എങ്ങനെ കാണാം? ഫൈനൽ KF ഡിവൈഡഡ് ബൈ എന്താ? M × 4πr. KF എത്ര? 8 × 10⁻⁻⁴ ഡിവൈഡ് ബൈ M എത്ര? 10⁻⁻² ഇൻറ്റു അടുത്ത് 4 ഇൻറ്റു 3.14. 3.14 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 6.4 × 10⁻⁻². നമ്മുടെ 10⁻², 10⁻4 ആയി. ഇവിടെ 10⁻4 ഉണ്ട്, കട്ടായി ആണല്ലോ, കട്ടായി. അടുത്ത് എന്താ വരുന്നത്? എന്താ ഇവിടെ 4 വെച്ച് ഇത് കട്ട് ചെയ്ത് 2 times ആണല്ലോ. ഈ 2 വെച്ച് ഇത് കട്ട് ചെയ്യുന്നു 3.2. 3.2. മോളിന് എന്ത് മാത്രമേ ഉള്ളൂ? 1. ഏകദേശ വാല്യൂ മതിയേ 1. ഒറ്റ കാൽക്കുലേഷൻ ആണ് ബാക്കിയുള്ളത്. എന്താ കാൽക്കുലേഷൻ? 3.14 × 3.2 ഡിവൈഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഇപ്പൊ എന്താ കിട്ടാം? 3.14 × 32. ഒറ്റ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. 628. ബാക്കി എത്ര ആയിരുന്നത്? 2 1 4 9. അപ്പൊ എത്ര ആൻസർ വരുന്നത്? 8 4 0. ബാക്കി എത്ര ആയാലും 0. എത്ര പോയിന്റ് ഉണ്ട് ഇവിടെ? ഇവിടെ 2 പോയിന്റ് ഉണ്ട്, ഇവിടെ 1 പോയിന്റ് ഉണ്ട്. മൊത്തം എത്ര? 3 പോയിന്റ് ആയി. അപ്പൊ 3 പോയിന്റ്. അപ്പൊ ആൻസർ എത്ര? 10.048. വേണ്ട, 0.48 വേണ്ട. 10 1/10. 1/10 എന്ന് പറഞ്ഞാൽ 0.1. 0.1 വരുന്ന ആൻസർ ഉണ്ടോ നോക്കിയേ? 0.1 മാത്രം വരുന്ന ആൻസർ ഉണ്ടോ നോക്കിയേ? ഉണ്ട്. 0.1 ഓപ്ഷൻ സി. ബാക്കി മറ്റേ 0.18 ആണ്, അത്രയൊന്നുമില്ല. 0.1 വരും. 0.1 സംതിങ് ആണ്. 0.1 ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വർക്ക് ഡണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം എ പോയിന്റ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. -2ik + 5jk to 4jk + 3k. പിന്നെ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഈസ് അപ്ലൈഡ്. ഹൗ മച്ച് വർക്ക് ഹാസ് ടു ബി ഡൺ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എത്രയെന്ന് പറയുന്നു? ഫോഴ്സ് എത്ര? 4ik + 3jk. അടുത്ത് 2 പൊസിഷൻ പറയുന്നുണ്ട്. 2 പൊസിഷൻ. ഫസ്റ്റ് ഇനിഷ്യൽ പൊസിഷൻ R1. ഇത് വെക്ടർ നോക്കാം. R1 എത്രയെന്ന് പറയുന്നു? -2ik + 5jk ആണല്ലോ. അടുത്ത R2. എന്താ R2 എത്രയെന്ന് പറയുന്നത്? 4jk + 3kk. വർക്കുള്ള ഫോമുല എന്താ? വെക്ടേഴ്സ് എന്ന ഫോമുല എന്താണ്? F.S ആണല്ലോ. F.ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണുന്നത്? ഞാൻ R എടുക്കാം. എങ്ങനെ R കാണുന്നത്? R കാണുന്ന ഫോമുല എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത് എങ്ങനെയാണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ആദ്യ ഒബ്ജക്റ്റ് 10-ലായിരുന്നു,
ഇപ്പൊ ഒബ്ജക്റ്റ് 18ലാണ്. ഇപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ്? 18 മൈനസ് 10 8. അതുപോലെ ഈ രണ്ട് പൊസിഷൻസ് മൈനസ് ചെയ്യാ. വെക്ടർ R2 മൈനസ് വെക്ടർ R1. അപ്പൊ എത്ര? R2 എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. R2 എത്രയാണ്? 4j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് മൈനസ് ഈ വാല്യൂ ആണല്ലോ. ബ്രാക്കറ്റ് ചെയ്താമേ മൈനസ് 2i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ്. ആ ബ്രാക്കറ്റ് മാറ്റുകയാണെങ്കിൽ ഈ മൈനസ് അകത്ത് പോകൂലേ? ഇപ്പൊ എന്താ? ഈ മൈനസ് എന്തായി? പ്ലസ് ആയില്ലേ? ഈ മൈനസും ഈ പ്ലസും എന്തായി? മൈനസ് ആയില്ലേ? ഈ മൈനസ് അകത്ത് കയറ്റാണ്. ബ്രാക്കറ്റ് മാറ്റി. അപ്പൊ ഇവിടെ എന്താവും? പ്ലസ്. ഇവിടെ എന്തായി? മൈനസ്. ഇനി നോക്കി, വേറെ ഐ ഒന്നുമില്ല, ഒറ്റ ഐ അല്ലേ ഉള്ളൂ. 2i ക്യാപ്പ് ഓർഡറിൽ എഴുതാം. ഇവിടെ ഒരു 4j ഉണ്ട്, അവിടെ ഒരു മൈനസ് 5j ഉണ്ട്. 4j മൈനസ് 5j അപ്പൊ എത്ര കിട്ടി? മൈനസ് 1j പ്ലസ് എത്ര? 3k ക്യാപ്പ് കിട്ടി. ഇനി വർക്കല്ലേ കാണേണ്ടത്? സിമ്പിൾ വർക്ക് എങ്ങനെ കാണും? ഫോഴ്സ് എഫ് ഡോട്ട് എന്താണ്? ആർ. എഫ് എത്ര? 4i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് ഡോട്ട് ആർ എത്രയാണ്? 2i ക്യാപ്പ് മൈനസ് j ക്യാപ്പ് പ്ലസ് 3 ക്യാപ്പ്. ഒരേ കമ്പോണൻസ് മാത്രം ഇൻഡ്യൂ ചെയ്യാം. ഐയുടെ കമ്പോണൻസ് ഇൻഡ്യൂ ചെയ്യാം. 4 into 2 8. ഐ ഡോട്ട് ഐ എത്രയാണ്? 1 പോയി. അടുത്ത് ജെയുടെ കമ്പോണന്റ് ഇവിടെ പ്ലസ് 3 ആണ്, ഇവിടെ മൈനസ് 1 ആണ്. 3 into മൈനസ് 1 മൈനസ് 3. കെയുടെ കമ്പോണന്റ് ഇവിടെ ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ 0 0 into 3 എത്ര? 0. നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ എത്ര കിട്ടും? 5 ജൂൾ എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 5 ജൂൾ. ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ രണ്ട് ടോപ്പിക്കാ ബാക്കിയുള്ളത്. ഒന്ന് കൊളിഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്, അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ഒക്കെ വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചുള്ളത്. അത് അടുത്ത വീഡിയോ ഉൾപ്പെടുത്താം. ഒരു 4-5 പ്രോബ്ലം ഉണ്ട്, അത് ഉൾപ്പെടുത്താം. പിന്നെ എനർജി ഉണ്ട്, ഒരു 2 പ്രോബ്ലം. മൊത്തം 7 പ്രോബ്ലം ഇതിനുള്ളൂ. 7 ടൈപ്പ് പ്രോബ്ലം ഇതിനകത്തുള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എല്ലാ ദിവസവും, അതായത് എല്ലാ ദിവസവും കീമിന്റെയും നീറ്റിന്റെയും ഫിസിക്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ സമയം അനുസരിച്ചാണ് എല്ലാ ദിവസവും ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈവ് യൂട്യൂബ് ലൈവ് നമ്മളെ ക്ലാസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം വരും, ഒരാഴ്ച 2 ലൈവിംഗ് പോകാൻ നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ജൂലൈ 24 മുമ്പ് കീമിന്റെ ക്വസ്റ്റ്യൻസും ബാക്കി എന്താണോ നീറ്റ് ഓഗസ്റ്റ് 1 എന്നാ പറയുന്നത്, ഇനി മാറുന്നറിയില്ല. അപ്പൊ അതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ.